Hello everyone, welcome to Elan STEM Genius program. എൻ്റെ പേര് മുഹമ്മദ് ഇക്ബാൽ. ഞാൻ ഈ ഇലാൻ സ്റ്റെം ജീനിയസ് പ്രോഗ്രാമിൻ്റെ അക്കാഡമിക് ഡയറക്ടറാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മാത്തമാറ്റിക്സ് അധ്യാപകൻ കൂടിയാണ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾ സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ, CBSE ആയിക്കോട്ടെ, ഇത് രണ്ട് സിലബസിലും പഠിക്കാനുള്ള ഒരു കാര്യമാണ്. സ്റ്റേറ്റ് സിലബസിലാണെങ്കിൽ ഇത് 1ാമത്തെ ചാപ്റ്റർ ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. CBSEയിൽ ഇത് 5ാമത്തെ ചാപ്റ്റർ ആയിട്ടും പഠിക്കുന്നതാണ്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 എത്തിയാലും ഈ സാധനം പഠിക്കാനുണ്ട്. അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് ഇത്രയും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അത് മാത്രമല്ല, നമ്മൾ +2 കഴിഞ്ഞിട്ട് എഴുതുന്ന എൻട്രൻസ് പരീക്ഷകളിൽ ഇത് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല, 10ാം ക്ലാസ്സിൽ എഴുതുന്നത്, 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ എഴുതുന്ന കോമ്പറ്റേറ്റീവ് പരീക്ഷകളായിട്ടുള്ള NTSE, KVPY, ഇതിനൊക്കെ ഈ ടോപ്പിക്കിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും അത്രയും സീരിയസ് ആയിട്ട് തന്നെ പഠിക്കണം. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കോംപ്ലിക്കേറ്റഡ് സംഭവം ഒന്നല്ല. ആസ് യൂഷ്വൽ മാത്സ് നന്നായിട്ട് പഠിക്കണമെങ്കിൽ ധാരാളം പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണം, ധാരാളം പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യാൻ വേണം. അല്ലാതെ കാണാപ്പാടം പഠിക്കുകയോ കുറേ ഫോർമുല പഠിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. സംഭവം എന്താണെന്ന് മനസ്സിലാക്കണം, നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്, എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ സ്പീഡിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റണമെങ്കിൽ ധാരാളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെയാണ് മാത്സ് പഠിക്കേണ്ടത്. അപ്പോൾ ഇതിനും നിങ്ങൾ ആ അപ്രോച്ച് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഓഫ് കോഴ്സ് ഈ കോഴ്സിൽ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് കാണുകയും ഒരുപാട് പ്രോബ്ലം സോൾവ് ചെയ്യുകയും ഒക്കെ ചെയ്യും. ഫൈൻ. അപ്പോൾ നമ്മൾ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ്, നമുക്കറിയാം മാത്സിൽ എന്ത് കാര്യവും മനുഷ്യന്മാർ ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരു കാരണം ഉണ്ടാവും. ഒന്നുകിൽ അതിന് എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് വിത്ത് നമ്പർ എന്നുള്ള കോൺസെപ്റ്റ് മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ഉദാഹരണത്തിന് നമ്മൾ ഗൂഗിളിൽ പോയിട്ടൊരു സാധനം സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യം തന്നെ ഗൂഗിൾ അത് ഫ്രണ്ട് പേജിൽ വന്ന് കാണിച്ചു തരും, അല്ലേ? അതിന്റെ പിറകിലൊക്കെ ഓടുന്നത് എന്താണ്? മാത്തമാറ്റിക്കൽ അൽഗോരിതംസ് ആണ്. ഓക്കെ, അപ്പൊ മാത്തമാറ്റിക്സ് എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നമ്പർ എന്നുള്ള കോൺസെപ്റ്റ് മുതൽ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജിയിൽ പോലും മാത്സ് ഉപയോഗിക്കുന്നുണ്ട്. അത് എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത കാര്യങ്ങളായിരിക്കാം. കുറേയൊക്കെ ഇൻവെന്റ് ചെയ്ത കാര്യങ്ങളും, അതോടൊപ്പം തന്നെ ആ ഒരു കാര്യം നമ്മൾ ഇൻവെന്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ ഡിസ്കവറീസും ഒക്കെ ചേർന്നതാണ് മാത്തമാറ്റിക്സ്. അപ്പോൾ ഇതില് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് പറയുമ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു ബ്രോഡ് ഏരിയ സീക്വൻസുകളാണ്, സീക്വൻസ് ഓഫ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ സീക്വൻസുകൾ എന്താണ്, അതിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്താണ്, അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ സീക്വൻസ് എന്തുകൊണ്ട് പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിലൊരു മോട്ടിവേഷൻ ആയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാൻ പോണ്. നമ്മൾ റിയൽ ലൈഫിൽ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് പാറ്റേണുകൾ, അല്ലെ? ഇപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. യു ഡിസൈഡ് ടു സ്റ്റാർട്ട് സേവിങ് ₹5,500 for a bicycle when you receive ₹1,000 for your birthday in April. You also plan to save ₹300 in May and every month after from doing household chores. In which month will you have enough money for the bicycle? അപ്പൊ നിങ്ങൾക്ക് ആദ്യം ഏപ്രിൽ ബർത്ത്ഡേക്ക് നിങ്ങൾക്ക് 1000 രൂപ കിട്ടി. അപ്പൊ നിങ്ങൾ തീരുമാനിക്കണം, എനിക്ക് 5500 രൂപയുടെ സ്വപ്ന സൈക്കിൾ ഒരെണ്ണം വാങ്ങാനുണ്ട്. അപ്പൊ ആ സൈക്കിൾ വാങ്ങാൻ വേണ്ടി ഇനി മുതൽ എല്ലാ മാസവും ഞാൻ 300 രൂപയും കൂടി സൂക്ഷിച്ച് വെക്കാൻ പോകണം. ചെറുകിട പണികളൊക്കെ ചെയ്തിട്ട് 300 രൂപ വെച്ച് സേവ് ചെയ്തിട്ട് പോവാം. അപ്പൊ നമുക്ക് ഓരോ മാസവും നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടാവും എന്ന് എഴുതി നോക്കിയാൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കും, അല്ലെ? ഇപ്പൊ നോക്കിയൊക്കെ, നമ്മുടെ കയ്യിൽ ഏപ്രിൽ മാസത്തിൽ എത്ര രൂപയുണ്ട്? 1000 രൂപയുണ്ട്, അല്ലെ? രണ്ടാമത്തെ മാസം മെയ്യിലെത്തിയപ്പോഴേക്കും എന്താണ്? നിങ്ങൾ 1300 രൂപ ആയി, അല്ലെ? മെയ് കഴിഞ്ഞു, പിന്നെ ജൂണിലേക്ക് എത്തിയപ്പോൾ അത് 1600 ആയി, 1600. ജൂലൈയിലേക്ക് എത്തിയപ്പോൾ അത് 1900 ആയി, അല്ലെ? ഓഗസ്റ്റ് എത്തിയപ്പോൾ എന്താണ്? 2200. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മനസ്സിലായില്ലേ? ഈ നമ്പേഴ്സ് കിട്ടിയത് നമുക്ക് എവിടെന്നാ? 300 ആഡ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്, അല്ലെ? ഇനി സെപ്റ്റംബർ ആയപ്പോഴേക്കും നിങ്ങൾക്ക് എത്ര? 2500. ഒക്ടോബർ ആയപ്പോൾ 2800. നവംബർ ആയപ്പോൾ 3100. ഡിസംബർ ആയപ്പോൾ 3400.
പിന്നെ പിന്നത്തെ വർഷം ജനുവരി ആയപ്പോൾ 3700. പിന്നെ ഫെബ്രുവരി ആയപ്പോൾ അത് 4000 ആയി മാറി. പിന്നെ മാർച്ച് ആയപ്പോൾ അത് 4300 ആയി മാറി. പിന്നെ ഏപ്രിൽ ആയപ്പോൾ അത് 4600 ആയി. പിന്നെ മെയ് മാസമായപ്പോൾ 4900. ജൂൺ മാസമായപ്പോൾ പിന്നെ അത് 5200 ആയി. പിന്നെ ജൂലൈ മാസമായപ്പോൾ നിങ്ങൾക്ക് 5500 ആയി. അതായത് അടുത്ത കൊല്ലം ജൂലൈയിലേക്ക് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് സൈക്കിൾ വാങ്ങാനുള്ള പൈസ കിട്ടിയിട്ടുണ്ടാവും. സൈക്കിൾ വാങ്ങുന്നതല്ല ഇതിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. എന്താണ്, നമ്മൾ ഓരോ മാസവും ഈക്വൽ എമൗണ്ട് വെച്ച് നമ്മൾ സേവ് ചെയ്യാൻ ശ്രമിച്ചാൽ ആ ഓരോ മാസവും നമ്മുടെ കയ്യിലുള്ള നമ്പേഴ്സ്, amount ഓഫ് മണി, അതൊരു പാറ്റേൺ ഉണ്ട് അല്ലേ? നമ്മളെപ്പോഴും എപ്പോഴും ഒബ്സർവ് ചെയ്യുന്ന പാറ്റേണുകളിൽ പെട്ട ഒരു സാധനമാണ്. എന്താണ്, ഒരു നമ്പറിൽ നിന്ന് തുടങ്ങി ഈക്വൽ നമ്പേഴ്സ് വെച്ച് ആഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് പാറ്റേൺ. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ വേറൊരു എക്സാമ്പിൾ കാണാം. വേറൊരു എക്സാമ്പിൾ നോക്കിയാൽ, യുവർ അങ്കിൾ ഗിഫ്റ്റഡ് എ പെയർ ഓഫ് ന്യൂ ബോൺ റാബിറ്റ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഏപ്രിൽ. Rabbits become fully grown at the age of 1 month, and at the end of their second month and every subsequent month they reproduce a new pair of rabbits. Find the number of pairs of rabbits that you have at the end of each month. That എന്നാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് നോക്കാം. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരു പെയർ ഓഫ് റാബിറ്റ്സിനെ കിട്ടുന്നു. റാബിറ്റ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഒരു മാസം കഴിയുമ്പോൾ അത് ഫുള്ളി ഗ്രോൺ റാബിറ്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ ഒരു മാസം കൂടി കഴിയുമ്പോൾ അതെന്താണ്, അതൊരു ന്യൂ പെയറിനെ റീപ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോ ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ആ കുട്ടി റാബിറ്റ്സ് പിന്നെയും ഗ്രോ ചെയ്യുന്നു, പിന്നെ അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. ഓക്കെ, അസ്യൂമിങ് ഇതിലൊരു റാബിറ്റ്സ് ഒന്നും ചത്തുപോകുന്നൊന്നുമില്ല, ക്രോസ് ബ്രീഡിംഗ് ഒന്നും നടക്കുന്നില്ല എങ്കിൽ എത്ര റാബിറ്റ്സ് ഉണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, അപ്പോ ആദ്യം ഏപ്രിൽ മന്തിന്റെ ബിഗിനിങ് ഓഫ് എല്ലാ മാസവും ഞാൻ എഴുതാൻ പോകുന്നത് കേട്ടോ. ഏപ്രിൽ മന്തിന്റെ ബിഗിനിങ്ങിൽ നമ്മുടെ കയ്യിൽ ഒരു പെയർ റാബിറ്റ്സ് ഉണ്ട്, P1 എന്ന് വിളിച്ചു, ഒരു പെയർ ഉണ്ട്. ഇനി മെയ് മന്തിന്റെ ബിഗിനിങ് ആവുമ്പോൾ എന്താണ്, ഇത് ന്യൂ ബോൺ ആണ്. മെയ് മന്ത് ആവുമ്പോൾ ഈ സാധനം എന്തായി, അഡൽട്ടായി മാറി, ഫുള്ളി ഗ്രോൺ ആയി. ഓക്കെ, ഇനി മെയ് മാസം കഴിഞ്ഞു, അപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ ഒരു പെയറാണ്, ഇവിടെ ഒരു പെയർ റാബിറ്റ്സ് ആണ് ഉള്ളത്. ഇനി മെയ് മാസം കഴിഞ്ഞ് ജൂൺ മാസത്തിന്റെ തുടക്കത്തിലാവുമ്പോഴേക്കും ഈ P1 ഒരു പെയറിനെ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. P1 അഡൽട്ട് ആയിട്ടുണ്ടാവും, അതിൽ P11 എന്ന് വേണമെങ്കിൽ വിളിച്ചു, ഇത് ന്യൂ ബോൺ ആയി മാറിയിട്ടുണ്ടാവും. യെസ്, ഇനി അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ നോക്കിയപ്പോ 2 പെയർ റാബിറ്റ്സ് ഉണ്ട്. ഇനി അടുത്ത മാസം ജൂലൈ മാസം ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ P1 അഡൽട്ട് ഒരു പെയറിനെയും കൂടി റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ മാസവും അത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പെയർ വെച്ച് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ P1 അഡൽട്ട് ഓഫ് കോഴ്സ് P11 ഉണ്ടാകുന്നുണ്ട്. P11 അപ്പോൾ അഡൽട്ടായി മാറിയിട്ടുണ്ടാവും. P12 എന്തായിട്ടുണ്ടാവും, ന്യൂ ബോൺ ആയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെ കയ്യിൽ 3 പെയർ റാബിറ്റ്സ് ആയി. ഇനി അടുത്ത മാസത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത മാസത്തിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക, നാലാമത്തെ അല്ല, നമ്മൾ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് മാസത്തിലേക്ക് പോവാണ്. അപ്പൊ P1 എന്ന് പറയുന്ന സാധനം അഡൽട്ട് ആണ്. ഓക്കെ, അപ്പൊ അത് P11 അഡൽട്ടായി മാറിയത് കൊണ്ട് ഇത് P11 അഡൽട്ടായിട്ട് തന്നെയുണ്ട്. പോരാത്തതിന് എന്ത് ചെയ്യും, ഒരു പെയറിനത് റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും, P11 എന്ന് വേണമെങ്കിൽ വിളിച്ചു. ഓക്കെ, P12 അപ്പോഴേക്കും അഡൽട്ടായി മാറിയിട്ടുണ്ടാവും. പോരാത്തതിന് ഇത് ഒരു സെറ്റിനെയും കൂടി റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും ഈ മാസത്തിലേക്ക് വേണ്ടിയിട്ട്, P13. അപ്പോ നമ്മുടെ കയ്യിൽ ഇപ്പൊ എത്ര പെയർ ഉണ്ട്, 5 പെയർ റാബിറ്റ്സ് ഉണ്ട്. ഇനി അടുത്ത മാസത്തിലേക്ക് പോയി, നമ്മൾ ഓഗസ്റ്റ് മാസം കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തിലേക്ക് പോയി. ഓഫ് കോഴ്സ് നമ്മുടെ കയ്യിൽ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. P1 അഡൽട്ട് ആയിട്ട് തന്നെ ഉണ്ട്, അത് ഒരു പെയറിനെയും കൂടി റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും, P14, അത് ന്യൂ ബോൺ ആണ്. ഓക്കെ, ഈ P13 ഇവിടെ ന്യൂ ബോൺ ആയത് എന്തായിട്ടുണ്ടാവും, P13 ഇപ്പോ അഡൽട്ടായി മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി P11 ഉണ്ടല്ലോ, ഈ P11 ഓൾറെഡി ഈ P11
ഇതിനെ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അത് അഡൽട്ട് ആയിട്ട് മാറിയിട്ടുണ്ടാവും. പോരാത്തതിന് ഈ മാസത്തിലേക്ക് എന്താണ് P112 എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഒരു പെയർ കൂടി പ്രൊഡ്യൂസ് ആയി. ഇനി ഒരു കാര്യം, ഈ P12 ഓൾറെഡി അഡൽട്ട് ആയിട്ടുണ്ട്, അപ്പൊ P12 ഒരു പെയറിനെയും കൂടി പ്രൊഡ്യൂസ് ചെയ്യും, P121 വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഇപ്പോ നമ്മുടെ കയ്യിൽ എത്ര റാബിറ്റ്സ് ഉണ്ടെന്ന് നോക്കി. ഈ മാസം 1 2 3 4 5 6 7 8 പെയർ ഉണ്ട് അല്ലെ, 8 പെയർ റാബിറ്റ്സ് ഇവിടെ ഉണ്ട്. അപ്പോ എഗെയിൻ ഇതിൽ നിങ്ങളൊരു പാറ്റേൺ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ നോക്കിയൊക്കെ. ഓരോ മാസവും ഉള്ള റാബിറ്റ്സിന്റെ എണ്ണം 1 1 2 3 5 8 എന്തെങ്കിലും പാറ്റേൺ ഇതിൽ കാണുന്നുണ്ടോ? എങ്ങനെ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്തതും 1 തന്നെ, പിന്നെ എന്താ സംഭവിക്കണേ, ഇത് രണ്ടും ആഡ് ചെയ്തപ്പോഴാണ് 3 കിട്ടിയത്, ഇത് രണ്ടും ആഡ് ചെയ്തപ്പോഴാണ് 5 കിട്ടിയത്, ഇത് രണ്ടും ആഡ് ചെയ്തിട്ടാണ് അടുത്ത ടേം കിട്ടിയിരിക്കുന്നത്. കണ്ടോ, അങ്ങനത്തെ ഒരു പാറ്റേൺ ഇത് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഈ സീക്വൻസ് ഓഫ് നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഫിബൊനാച്ചി സീക്വൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്റർനെറ്റിൽ പോവുക, വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യുക, ഫിബൊനാച്ചി സീക്വൻസ് എന്താണെന്നുള്ളത് സെർച്ച് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട ഗോൾഡൻ റേഷ്യോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, ഇതൊക്കെ ഒന്ന് വെറുതെ വായിച്ചു നോക്കുക. ഓഫ് കോഴ്സ് നമുക്കിത് പഠിക്കാനുള്ള ഒരു കാര്യമൊന്നുമല്ല, ഇതൊരു ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. തൊട്ട് മുന്നേ കണ്ട പാറ്റേൺ എങ്ങനെയായിരുന്നു, നമ്മൾ ഒരു നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈക്വൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് പോകുന്ന ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ്. ഇവിടെ നമ്മൾ എന്താ കണ്ടത്, 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ 1, പിന്നെ എന്താണ് ഈ 1ഉം 1 ആഡ് ചെയ്തിട്ടാണ് 2 കിട്ടിയത്, പിന്നെ ഈ 1ഉം 2 ആഡ് ചെയ്തിട്ടാണ് 3 കിട്ടിയത്, 2ഉം 3 ആഡ് ചെയ്തിട്ടാണ് എന്ത് കിട്ടിയത്, 5 കിട്ടിയത്, 3ഉം 5 ആഡ് ചെയ്തിട്ടാണ് 8 കിട്ടിയത്. കണ്ടോ, അപ്പൊ 1 1 2 3 5 8 എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു പാറ്റേൺ. യെസ്, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ലെറ്റ്സ് സീ വൺ മോർ എക്സാമ്പിൾ. ഇത് നോക്കൂ. Once a man visited the Indian king with a new invention called the game of chess. Impressed by his invention, the king makes him an offer. You can ask me anything. The man replied, I would be happy if you could give me 1 rice grain for the first square of this chessboard, 2 for the second, 4 for the third, and so on. How many grains of rice would be needed to satisfy him? അതായത് ചതുരംഗം ചെസ് കണ്ടുപിടിച്ച ആള് അന്നത്തെ രാജാവിനെ കണ്ടിട്ട് ഈ രാജാവിന് ഇത് കാഴ്ചവെച്ചപ്പോൾ രാജാവ് വാസ് ഇംപ്രസ്ഡ്. രാജാവ് പറഞ്ഞു, എന്താ വേണ്ടേ ചോദിച്ചോളൂ. അപ്പൊ അയാൾ പറഞ്ഞെന്താ വെച്ചാൽ, എനിക്ക് കാര്യമായിട്ടൊന്നും വേണ്ട, എനിക്ക് ചെസ് ബോർഡിന്റെ ആദ്യത്തെ കളത്തിൽ 1 മണിയരി, രണ്ടാമത്തെ കളത്തിൽ 2 മണിയരി, മൂന്നാമത്തതിൽ 4 ഗ്രെയിൻസ്, അടുത്തതിൽ 8, അടുത്തതിൽ 16, അങ്ങനെ അങ്ങനെ വെച്ച് തന്നാൽ മതി എന്നാണ് പറയുന്നത്. യെസ്, അപ്പോ എത്ര അരി വേണ്ടി വരും എന്നാണ് ഈ ചോദ്യം പറയുന്നത്. യെസ്, അപ്പൊ നോക്കാം, ഇതിലെന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ നോക്കാം. ഉണ്ടല്ലോ. ഫസ്റ്റത്തതിൽ 1 ആണ്, രണ്ടാമത്തതിൽ 2 ആണ്, അടുത്തത് എന്താണ് 4 ആണ്, അടുത്തതിൽ 8 ആണ്, അടുത്തതിൽ എന്താ വരുന്നത് 16 ആണ്, അടുത്തതിൽ 32 ആയിരിക്കും, അടുത്തതിൽ 64, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൽ എന്തെങ്കിലും ഒരു പാറ്റേൺ ഒബ്സർവ് ചെയ്തോ? ഉണ്ടല്ലോ പാറ്റേൺ. എന്താണ് ഇത്? 2 പവർ 0, ഇത് 2 പവർ 1, 2 പവർ 2, 2 പവർ 3, 2 പവർ 4, 2 പവർ 5, 2 പവർ 6, അങ്ങനെ അങ്ങനെ പോകുന്നു. നമ്മൾ 2 പവർ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവസാന കളത്തിൽ വേണ്ടത് എത്രയായിരിക്കും? 2 പവർ 63 ആയിരിക്കും വേണ്ടി വരിക. 2 പവർ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ പോയി അപ്പോ എത്ര അരിമണി ടോട്ടൽ വേണ്ടി വരും? 2 പവർ 0 പ്ലസ് 2 പവർ 1 പ്ലസ് 2 പവർ 2 അപ് ടു 2 പവർ 63. എന്താ 63ൽ അവസാനിച്ചത് മനസ്സിലായില്ലേ? 0യിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ചെസ് ബോർഡിന് 64 കളാണ് ഉള്ളത്. 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 63 വരെ. അപ്പൊ ഇത് നമ്മളിപ്പോ തൽക്കാലം കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അഗെയിൻ നിങ്ങൾ +1 എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ സീക്വൻസുകൾ കാണും. ഇതിനെ പറയാ ജിയോമെട്രിക് സീക്വൻസ് അല്ലെങ്കിൽ ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്നാണ് പറയാം. ഓക്കെ, തൊട്ട് മുന്നത്തെ കണ്ടതിനെ നമ്മൾ വിളിക്കുന്നത് പേര് ഫിബൊനാച്ചി സീക്വൻസ് എന്ന് പറയും. അതിന് തൊട്ട് മുന്നേ കണ്ട കേസ് ഒരു അരിതമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നമ്മളെ ലൈഫിൽ ഒരുപാട് എൻകൗണ്ടർ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? സീക്വൻസ് ഓഫ് നമ്പേഴ്സ്. സീക്വൻസ് ഓഫ് നമ്പേഴ്സ് നോക്കിയേ, നമ്മൾ ആദ്യം കണ്ട സീക്വൻസ് ഓഫ് നമ്പേഴ്സ് 1000, 1300, 1600, 1900 നമ്മൾ ഓരോ മാസം എടുത്തു വെച്ച പൈസ. ഈ റാബിറ്റ്സിന്റെ കണക്ക് 1 1 2 3 5 8 13 21. യെസ്, അതുപോലെ വേറെ സീക്വൻസ് നമ്മൾ കണ്ടു. എന്താണ്? ഓരോ കളത്തിലും വെക്കേണ്ട അരിമണികളുടെ എണ്ണം 1 2 4 8 16 32 64. അതുപോലെ വേറൊരു സീക്വൻസ് 250ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ 60 ആഡ് ചെയ്ത് പോവാണ്. 250 310 370 അങ്ങനെ പോകുന്നു.
ഓക്കെ, ഇനി നമ്മളെ എണ്ണൽ സംഖ്യകൾ നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 5 6 7 8. ഇനി നമ്പറുകളുടെ സ്ക്വയർസ് 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ. കണ്ടോ? ഓഡ് നമ്പറുകൾ 1 3 5 7 9 11 13. ഇത് നോക്കിയേ, 10 20 30 40. 10ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 10 വെച്ച് കൂട്ടി കൂട്ടി പോകുന്നു. ഇത് നോക്കിയേ, 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്ന സാധനം 2 2 2 2 അങ്ങനെ പോകുന്ന. കണ്ടോ? ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന എൻകൗണ്ടർ ചെയ്യുന്ന കുറച്ച് സീക്വൻസുകളാണ്. ഇപ്പൊ നമ്മുടെ ഡേ ടു ഡേ ലൈഫും അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിലും ഒക്കെ ഉണ്ടാവുന്ന സാധനങ്ങളാണ് എന്ത്, പാറ്റേൺസ്. അപ്പൊ പാറ്റേൺസിനെ കുറിച്ചുള്ള പാറ്റേൺസിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അതിൽ തന്നെ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് പാറ്റേൺ അരിതമെറ്റിക് സീക്വൻസ്, അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോ ഈ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വർക്ക് അത് ചെയ്യുക. വിക്കിപീഡിയയിൽ പോയിട്ട് ഫിബൊനാച്ചി സീക്വൻസ് എന്താണെന്ന് വെറുതെ സെർച്ച് ചെയ്ത് നോക്കുക. നമുക്ക് പഠിക്കാനുള്ള കാര്യമൊന്നും അല്ലെങ്കിലും അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗോൾഡൻ റേഷ്യോ എന്താണെന്നൊക്കെ നോക്കി നോക്കുക. നമ്മുടെ നാച്ചുറലൊക്കെ ഉണ്ടാവുന്ന ഒരു പാറ്റേണിനെ കുറിച്ചാണ് അത് പറയുന്നത്. ഓക്കെ, സീ യു.